ഓപ്പറേഷൻ നങ്കോറിന്റെ ഭാഗമായി കസ്റ്റംസ് വാഹനം പിടിച്ചെടുത്ത നടപടിയിൽ ഹൈക്കോടതിയെ സമീപിച്ച് നടൻ ദുൽഖർ സൽമാൻ. കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി നടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ലാൻഡ് റോവർ വാഹനം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്താണ് ഹർജി നൽകിയത്. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്നും വാഹനം വിട്ടു നൽകണമെന്നും ദുൽഖർ ആവശ്യപ്പെട്ടു. ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. ഇതിൽ 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു വാഹനം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് ദുൽഖർ സൽമാന്റെ പനമ്പള്ളിയിലെ നഗറിലെ വീട്ടിലും പൃഥ്വിരാജിന്റെ തേവര വീട്ടിലും കസ്റ്റംസിന്റെ പരിശോധന നടന്നത്. പിന്നാലെ ദുൽഖറിന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു. പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടന്നെങ്കിലും വാഹനമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നടൻ അമിത് ചക്കാലന്റെ ഏറമക്കര പൊറ്റായിക്കുളിയുടെ വീട്ടിലും പരിശോധന നടന്നിരുന്നു. അമിതിന് 8ഓളം വാഹനങ്ങളുണ്ടെന്നാണ് വിവരം. അമിതിനെ കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. കേരളത്തിലേക്ക് 150 തൊട്ട് 200 വരെയുള്ള എക്സ്‌യുവി എത്തിയെന്നാണ് കസ്റ്റംസ് കരുതുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന വ്യാപിപ്പിക്കുമെന്ന് കസ്റ്റംസിന്റെ തീരുമാനം. ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്ന അർത്ഥം വരുന്ന നംകോർ എന്നാണ് കസ്റ്റംസ് സംഘത്തിന് ഓപ്പറേഷന് നൽകിയിരിക്കുന്ന പേര്.